പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമായി. ഒരു ദിവസം 15 വള്ളസദ്യ വീതമാകും ഉണ്ടാവുക. 80 ദിവസം നീണ്ടു നിൽക്കുന്ന വഴിപാട് വള്ളസദ്യയുടെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറാണ് ഇത്തവണ നിർവഹിച്ചത്. ക്ഷേത്ര ആനക്കൊട്ടിലിൽ നിലവിളക്ക് കൊളുത്തിയായിരുന്നു ഔദ്യോഗിക ഉദ്ഘാടനം. ഒക്ടോബർ 2 വരെ 64 കൂട്ടം വിഭവങ്ങൾ നിരക്കുന്ന സദ്യ മേളമാകും ക്ഷേത്ര സന്നിധിയിൽ. ആളന്മുറയ്ക്ക് ഓണമെത്തിയെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ഒത്തിരി സന്തോഷമുണ്ട്. ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത്. മുമ്പ് വർഷങ്ങൾക്കും വന്നിട്ടുണ്ട്. ഇതൊരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരം എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ വരണം. നമ്മുടെ ആ ഒരു ആതിഥ്യ മര്യാദകളും അതിഥിയോടുള്ള നമ്മുടെ അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ഒരു സംസ്കാരമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇതൊരു സന്തോഷത്തിൻ്റെ സുദിനമാണ്. ഇനിയുള്ള നാളുകളിൽ ആറന്മുളയിൽ ഒരു വലിയ ആഘോഷം. ശരിക്കും പറഞ്ഞാൽ ഓണം ഇപ്പോഴേ തുടങ്ങി. ഓണം നേരത്തെ തുടങ്ങി. ആറന്മുളക്കാർക്ക് ഓണം നേരത്തെ തുടങ്ങും. വിശ്വാസികൾ അഭിഷ്ടകാര്യ സിദ്ധി, സന്താനലബ്ധി, സർപ്പദോഷ പരിഹാരം എന്നിവയ്ക്കാണ് പ്രധാനമായും വള്ളസദ്യ വഴിപാട് നേരുന്നത്. ഇതുവരെ 100-ലധികം വള്ളസദ്യകൾ ബുക്കിംഗായി. ദിവസം 15 വള്ളസദ്യ വഴിപാട് വരെ നടത്താനുള്ള ക്രമീകരണമുണ്ട്. അഷ്ടമിരോഹിണി, തിരുവോണ ദിവസം ഒഴികെയുള്ള ദിവസങ്ങളിൽ വള്ളസദ്യ വഴിപാട് നടത്താം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.